നമസ്കാരം. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വളരെയധികം ഭയപ്പെടുന്ന ഒരു ഗ്രഹമാണ് ശനി. പലപ്പോഴും ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കിനി ശനിദശയാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഞെട്ടിവിറച്ച് വിളറി വെളുക്കുന്ന പല മുഖങ്ങളും കാണാറുണ്ട്. ഒരു സ്ലോ മൂവിംഗ് പ്ലാനറ്റ് എന്ന നിലയിൽ ഒരു രാശിയിൽ 2.5 വർഷത്തോളം സഞ്ചരിക്കുന്നത് കൊണ്ടും പാപഗ്രഹമായതുകൊണ്ടുമാകാം ശനി എല്ലാവരുടെയും പേടി സ്വപ്നമായത്. ശനി ബലഹീനനും അനിഷ്ടസ്ഥനും ആയവരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് അലച്ചിൽ കൂടും. ഏത് കാര്യം നേടിയെടുക്കുവാനും അത്യധ്വാനം വേണ്ടിവരും. ഇതിൽ വളരെയധികം ദുഃഖമുണ്ടാകും. സ്വന്തം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ എടുക്കുന്ന കാലതാമസം വളരെ ദുഃഖം സൃഷ്ടിക്കും. ഒരു നിസ്സാരമായ കാര്യം പോലും സാധിച്ചെടുക്കുന്നതിന് വളരെയേറെ പ്രയാസങ്ങളും, ഒരു തവണ പോയാൽ ശരിയാകേണ്ട കാര്യം പോലും ഒരു 3-4 തവണ പോയാലേ ശരിയാകൂ എന്ന അവസ്ഥയും വരാം. ആലസ്യവും മടിയും കൂടപ്പിറപ്പായിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവമുണ്ടാകും. പലയിടത്തു നിന്നും അപമാനങ്ങൾ നേരിടേണ്ട സാഹചര്യമുണ്ടായേക്കാം. ആയുർദോഷം ഉണ്ടാവുകയോ ആയുസ് തന്നെ ദോഷമാവുകയോ ചെയ്യാം. കാലിന് എന്തെങ്കിലും രോഗങ്ങൾ വന്നുപെടാം. സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ്. സൂര്യൻ അത്യുത്സാഹിയും ശനി മന്ദനും ആണ്. സൂര്യന് ഉച്ചം വരുന്ന മേടം രാശിയിലാണ് ശനിഗ്രഹത്തിന് നീചം വരുന്നത്. അതുപോലെ തന്നെ സൂര്യൻ്റെ നീചരാശിയായ തുലാത്തിലാണ് ശനിക്ക് ഉച്ചം വരുന്നത്. ഭൗതിക സുഖകാരകനായ ശുക്രൻ്റെ മൂലക്ഷേത്രത്തിലാണ് ദുഃഖകാരകനായ ശനിക്ക് ഉച്ചമെന്നത് ദുഃഖത്തിന് കാരണം ആത്മാവായ സൂര്യനെ മറന്നുള്ള ഭോഗതൃഷ്ണയാണെന്ന് സൂചിതമാണ്. ശനി അനിഷ്ടരായവർക്ക് എപ്പോഴും എന്തെങ്കിലും ദുഃഖം മനസ്സിൽ ഉണ്ടായിരിക്കും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ശനി ഏതൊക്കെ ഭാവവുമായി ബന്ധപ്പെടുന്നോ ആ ഭാവകാരകത്വങ്ങൾക്ക് തടസ്സത്തെ ചെയ്യുകയും അത് മുഖാന്തരം ദുഃഖമനുഭവപ്പെടുകയും ചെയ്യും. ഒരു ജാതകത്തിൽ ശനി ബലവാനായി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയോ ശശമഹായോഗത്തോടെ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ശനി ആയുസ്സിൻ്റെ കാരകൻ കൂടിയാകയാൽ പ്രായേണ ദീർഘായുസ്സുണ്ടാകും. ഇത്തരക്കാർ വളരെ കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവരാകും. ഏതു കാര്യത്തിനും ശാരീരികമോ മാനസികമോ ആയി നന്നായി പ്രയത്നിക്കും. പണം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ എന്നിവ വളരെ സാവധാനത്തിൽ മാത്രം വന്നു ചേരും. എന്നാൽ നേടിയെടുക്കുന്നത് അധ്വാനത്തിൻ്റെ ഫലമായതിനാൽ അത് നിലനിർത്തുവാൻ സാധിക്കും. കാർഷിക വൃത്തിയിലും സേവന മേഖലകളിലും വിജയം വരിക്കുവാനിടയുണ്ട്. ഗൃഹലാഭവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ജാതകർ വാങ്ങിക്കുന്ന ഭൂമിയിൽ പഴയൊരു ഗൃഹം ഉണ്ടാവുകയും അത് പുതുക്കിപ്പണിയുകയും ചെയ്യുവാൻ സാധ്യതയേറെയാണ്. ആദ്യമായി പുതിയ ഗൃഹം നിർമ്മിക്കുകയാണെങ്കിൽ പോലും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് താമസം തുടങ്ങുകയും അതിനുശേഷം പൂർത്തീകരണമുണ്ടാകുന്നതായും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയായാലും ജീർണം സംസ്കൃതം അർക്കജേൽ എന്ന നിയമം ഏതു വിധേനയും സ്വല്പമെങ്കിലും അനുഭവത്തിൽ വരും. ശനി വൈരാഗ്യകാരകനാകയാൽ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ആത്മീയതയിൽ വളരെ ഗുണം ചെയ്യും. യാതൊന്നിലും സംഘമില്ലാതെ വിരക്തനായി സഞ്ചരിക്കുവാൻ സാധിക്കും. പ്രവർജ്യായോഗത്തിൽ ശനിയെക്കൊണ്ടുള്ള പ്രവർജ്യയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹാ അവധൂതാവസ്ഥയാണ് പറയുന്നത്. ശനിയുടെ ദോഷഫലം കുറയ്ക്കുവാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം, ശാസ്ത്രമന്ത്രജപം, ശനീശ്വര മന്ത്രജപം, ഹനുമത് മന്ത്രജപം എന്നിവയെല്ലാം വളരെ ഗുണകരമാണ്. നമ്മുടെ ചാനലിൽ തന്നെ ശനി ദോഷഹര മന്ത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ദിവസവും കേൾക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്കാരം.